ഹലോ, ഇതാണ് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷൻ കേട്ടോ. അതായത് എയർപോർട്ട് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിന് വരുന്നുണ്ട്, മെട്രോ ട്രെയിൻ. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് പുതിയ വില്ല എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ മോളുടെ അടുത്തേക്ക് താമസം മാറ്റി ഇന്നലെ രാത്രിയിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അടിപൊളി ടൗണാണ് കേട്ടോ, ഭയങ്കര ടൗണാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും എണ്ണി കണക്കാക്കിയിട്ടാണ് വരുന്നത്. ട്രെയിനാണ് കേട്ടോ, സ്റ്റേഷനുള്ളിലൂടെ പോവാണ്. ഇത് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ. അവിടെയാണ് വില്ല. ഒരടിപൊളി വണ്ടിയുണ്ട് കേട്ടോ, സൂപ്പർ സഫാരി. എല്ലാം നല്ല നല്ല വണ്ടികളാണ് കേട്ടോ, വലിയ ടൗൺ ഏരിയ അല്ലേ. ഒരടിപൊളി ഡിസൈനുള്ള ഗേറ്റാണ്, വേണമെങ്കിൽ കാണിച്ചു തരാം. എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക, ഇതന്നെ വിഷയം, വേറൊന്നുമില്ല സംഭവം. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. വീട് വലിയ ഗുണം പോരാ, പക്ഷെ ഗേറ്റ് സൂപ്പറാട്ടോ. ഡിസൈന് കുഴപ്പമില്ലല്ലോ. ഒരു യൂണിഫോം ഇട്ട കാറുണ്ട് കേട്ടോ, അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതൊരു പുതിയ സ്ഥലമാണ്, അതാണ് നിങ്ങളിങ്ങനെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ പുതിയ വില്ലയിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോഴേ അവിടെ ഇരുട്ടായിരുന്നു കേട്ടോ. കുറച്ച് ട്യൂബൊക്കെ ഉണ്ട്, പക്ഷെ അത് കാരണം ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ല വീഡിയോ. ലാസ്റ്റ് നമുക്ക് വീഡിയോ വില്ലയിൽ അവസാനിപ്പിക്കാം കേട്ടോ. ഇവിടെ ഒരു മതിൽ കണ്ടോ, മതിലല്ല, ഒരു അതാണ് കേട്ടോ വില്ല. ഇത് ഒരു നല്ല രസമുള്ള വീടല്ലേ. ഇത് ഞങ്ങളെ അയൽവാസികളാട്ടോ. ഇതാണ് വില്ലയുടെ മതിൽ കേട്ടോ. ഇത് നല്ല ചെടിയുണ്ട് കേട്ടോ, നല്ല രസമായിട്ട്. അപ്പോൾ ഒരുപാട് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വീടിൻ്റെ ഒരു മൂലയാണ് കേട്ടത്. നല്ല അടിപൊളി വീടാണ്. ഒരുപാട് ഫാമിലി ഇപ്പം ഇന്നലെ താമസമാക്കി. ഇതൊരു അറബികളെ വീടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ ഒഴിഞ്ഞിട്ട് ഇപ്പം മറ്റുള്ള ആൾക്കാർ, വിദേശികൾ താമസിക്കാൻ തുടങ്ങി. അടിപൊളി സ്ഥലമല്ലേ, നല്ല കാട് പോലത്തെ. 2 ഗേറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അതിൻ്റെ അതിൽ സ്റ്റാർട്ട് ചെയ്യണം ഇവിടുന്ന്. എന്നിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇതാണ് ഗേറ്റ്. ഗേറ്റിന് കാടാണ്, കാട് വെച്ചാലേ തുറക്കുള്ളൂ. കാട് എവിടെ വെക്കണം എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ, നോക്കണം. അന്വേഷിച്ചാൽ കണ്ടെത്തുന്നല്ലേ. അത് നമുക്ക് ആവശ്യം വരുമ്പം ചെയ്യാം. ഞാനിപ്പോൾ കയറാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇനി കുറച്ചും കൂടി യാത്ര ഉണ്ട്. ഇനി വേറൊരു സൈഡ് പോയി നോക്കട്ടെ. ഇവിടെ അടുത്തൊരു ബിഗ് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് അന്വേഷിക്കട്ടെ. ഇതാണ് കേട്ടോ വീട്. വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടത്. ഇതെന്താണപ്പാ മെട്രോ സ്റ്റേഷൻ പോലൊരു സംഭവം ഉണ്ടല്ലോ. ഇത് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. നല്ലോണം ചെന്ന് നോക്കാം. ഇതാണോ പാർക്ക്? എനിക്കറിയില്ല, നോക്കട്ടെ. പാർക്കാണെങ്കിൽ എതിർഭാഗത്ത് പുറത്ത് വീട്, പുറത്ത് പാർക്ക്. വില്ലയുടെ ബാക്ക് സൈഡാണ് ഇട്ടത്. ഇത് ഒരു നെയ്ബറാണ്, ഞങ്ങളുടെ ഒരു നെയ്ബറാണ്. ഒരു കുട്ടി ബോൾ തട്ടി തട്ടി പോകുന്നുണ്ട്. ഞാൻ 5 ബോൾ വാങ്ങിച്ചിട്ടുണ്ട് കളിക്കാൻ. അടിപൊളി സ്ഥലല്ലേ? എങ്ങനെയുണ്ട്? നേരം പോക്കിന് ഇനി വേറെന്ത് വേണം? എന്താ അവിടെ ഒരു ചിപ്പി പോലത്തെ ഒരു സംഭവം കാണാനുണ്ട്. ചെടിയാ തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അല്ലേ, ചെടിയല്ലേ? ഓക്കെ.